2026 ഫിഫ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് ഐ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ടീമായ ഫ്രാൻസ്, ദ വേൾഡ് നമ്പർ 1 ആൻഡ് ക്ലിയർ ഫേവറേറ്റ്സ്. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത്. കിലിയൻ എംബാപ്പെ, മൈക്കൽ ഒലീസെ, റയാൻ ഷേർക്കി, ഉസ്മാൻ ഡെംബലെ പോലത്തുള്ള എല്ലാ പൊസിഷനിലും സൂപ്പർ സ്റ്റാറുകൾ. ദ സ്ട്രോങ്ങസ്റ്റ് ടീം ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. ഈ ഗ്രൂപ്പിൽ ഡൊമിനേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മിനിമം സെമിഫൈനലിൽ എത്തുന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുള്ള ഒരു ടീമാണ് ഫ്രാൻസ്. രണ്ടാമത്തെ ടീമായ നോർവേ, ദ സ്കാൻഡിനേവിയൻ കണ്ടൻറ്റേഴ്സ്. ഫിഫ റാങ്കിങ്ങിൽ 31 സ്ഥാനത്ത്. നോർവേയുടെ നോട്ടബിൾ സൂപ്പർ സ്റ്റാർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന ഏർലിംഗ് ഹാലൻഡ്, ദ ഗോൾ മെഷീൻ. നോർവേ ആർ എ ഡേഞ്ചറസ് അറ്റാക്കിംഗ് സൈഡ്, ഗുഡ് ഓൺ ഫിസിക്കൽ സ്റ്റൈൽ ആൻഡ് പേസ്. ഗ്രൂപ്പിലെ ഫ്രാൻസുമായിട്ട് ശക്തമായിട്ട് പോരാടും എന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. ഈ വേൾഡ് കപ്പ് തന്നെ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കാൻ ചാൻസ് ഉള്ള ടീമും കൂടിയാണ് നോർവേ. മൂന്നാമത്തെ ടീമായ സെനഗൽ, ദ ആഫ്രിക്കൻ ഡാർക്ക് ഹോഴ്സ്. ഫിഫ റാങ്കിങ്ങിൽ 14 സ്ഥാനത്ത്. മുൻ ലിവർപൂൾ, ബയൺ താരമായ സാദിയോ മനെ നയിക്കുന്ന ടീമാണ് സെനഗൽ. വെരി എക്സ്പീരിയൻസ്ഡ് ആൻഡ് അത്ലറ്റിക്. ആഫ്രിക്കൻ ഊർജ്ജവും പരിചയമുള്ള ടീം. നോക്കൌട്ടിന് വേണ്ടി ഏതറ്റം വരെ പോരാടുന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. ആൻഡ് ഈ ഗ്രൂപ്പിലെ അവസാനത്തെ ടീമായ ഇറാഖ്, ദ ഏഷ്യൻ അണ്ടർഡോഗ്സ്. ഫിഫ റാങ്കിങ്ങിൽ 57 സ്ഥാനത്ത്. പാഷനൈറ്റ് ആൻഡ് ഓർഗനൈസ്ഡ്. ഈ ഗ്രൂപ്പിലെ മറ്റ് ടീമുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയിന്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എങ്ങാനും ഈ ഗ്രൂപ്പിൽ ഫ്രാൻസ് ആധിപത്യം കാണിച്ചാൽ മറ്റുള്ള ടീമുകൾ നല്ലൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. അതുകൊണ്ട് മിസ്സാക്കണ്ട. എനിവേ, ഈ ഗ്രൂപ്പിൽ എൻ്റെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് ഫ്രാൻസ്, രണ്ടാം സ്ഥാനത്ത് നോർവേ, മൂന്നാം സ്ഥാനത്ത് സെനഗൽ, നാലാം സ്ഥാനത്തായിരിക്കും ഇറാഖ്. ഗ്രൂപ്പ് ജെയെ കുറിച്ച് അടുത്ത വീഡിയോയിൽ.